സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. കേരള PSC പല പരീക്ഷകളിലായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു ക്വിക്ക് റിവിഷനാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അടുത്ത പരീക്ഷയുള്ളവർ തീർച്ചയായിട്ടും മുഴുവൻ ക്വസ്റ്റ്യൻസ് നോക്കിയിരിക്കാനായിട്ട് ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ ഉദ്ഘാടനം ചെയ്തത് ആര്? കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേര്? കേരളത്തിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് സമന്വയ പദ്ധതി. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും 2022 വിക്ഷേപിച്ച PSLV C-52 റോക്കറ്റ് ഭ്രമണപഥത്തിലെത്തിച്ച 3 ഉപഗ്രഹങ്ങളിലെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏത്? EOS-04 ആണ്. EOS-04. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും 2022 വിക്ഷേപിച്ച PSLV C-52 റോക്കറ്റ് ഭ്രമണപഥത്തിലെത്തിച്ച 3 ഉപഗ്രഹങ്ങളിലെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് EOS-04. ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊച്ചി മുസിരീസ് ബിനാലെ നടന്ന വർഷം? ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊച്ചി മുസിരീസ് ബിനാലെ നടന്ന വർഷം ഏത്? 2012. 2012. ഇന്ത്യയിലെ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദിയായ ടീസ്റ്റ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ടീസ്റ്റ നദിയാണ്. അത് ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സിക്കിമും പശ്ചിമ ബംഗാളുമാണ്. സിക്കിം, പശ്ചിമ ബംഗാൾ. ഏത് നദിയാണ്? ടിസ്റ്റ നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ടിസ്റ്റ നദിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് എന്നതാണ് ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? വയനാട് ജില്ലയാണ്. വയനാട് ജില്ല. അപ്പോൾ ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് ഏത് എന്ന് കമൻറ്റ് ചെയ്യുക. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ്. അടുത്ത ചോദ്യം, ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു? ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങളാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ വരുന്ന രാജ്യങ്ങളാണ് ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. ഊർജയാനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത്? പദ്ധതിയുടെ പേര് ഊർജയാനം പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത് ഏത്? ഫിലമെന്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത് പീലിക്കോട് പഞ്ചായത്താണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. പീലിക്കോട് പഞ്ചായത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത്. ഇത് ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പ്രഖ്യാപിക്കപ്പെട്ടത്? ഊർജയാനം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയ ഗീതത്തിന്റെ രചയിതാവ് ആര്? ദേശീയ ഗീതത്തിന്റെ രചയിതാവ് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത്? ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ആനയാണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആന. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എപ്പോഴാണ്? വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2005 ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്. 2005. മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏത് ഭേദഗതി അനുസരിച്ചിട്ടാണ്? മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് 42ാമത്തെ ഭേദഗതി അനുസരിച്ചിട്ടാണ്. 42ാം ഭേദഗതി. ദേശീയ പതാകയുമായിട്ട് ബന്ധം ഇല്ലാത്തത് ഏത്?
ഓപ്ഷൻ എ തന്നിരിക്കുന്നു. കുങ്കുമം, വെള്ള, പച്ച എന്നീ നിറങ്ങളുള്ളത് 3:2 അനുപാതത്തിൽ നിർമ്മിച്ചിരിക്കുന്നു. 1947 ഓഗസ്റ്റ് 1 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു. പിംഗലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്തത്. ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. കുങ്കുമം, വെള്ള, പച്ച എന്നീ നിറങ്ങളുള്ളത് ശരിയാണ്. 3:2 അനുപാതത്തിൽ നിർമ്മിച്ചിരിക്കുന്നു. ശരിയാണ്. ഇവിടെ 1947 ഓഗസ്റ്റ് 1 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന, ബന്ധമില്ലാത്ത പ്രസ്താവന. അപ്പം 1947 ജൂലൈ 22 ദേശീയ പതാകയെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത്. ജൂലൈ 22 ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യയാണ്. ശരിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയ ഗാനം അംഗീകരിച്ചത് എപ്പോഴാണ്? ദേശീയ ഗാനം അംഗീകരിച്ചത് 1950 ജനുവരി 24 1950 ജനുവരി 24 ദേശീയ ഗാനം അംഗീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? താൽക്കാലിക അധ്യക്ഷനായിരുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. അരയ സമാജത്തിന്റെ സ്ഥാപകൻ, അരയ സമാജ സ്ഥാപകൻ പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ. കുറിച്യ കലാപത്തിന്റെ നേതാവ്, കുറിച്യ കലാപത്തിന്റെ നേതാവ് ആരാണ്? രാമനമ്പിയാണ്. കുറിച്യ കലാപത്തിന്റെ നേതാവ് രാമനമ്പി. കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം ഏത്? കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം പ്രത്യക്ഷ രക്ഷ ദേവസഭ. പ്രത്യക്ഷ രക്ഷ ദേവസഭ. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ്. കീഴരിയൂർ ബോംബ് കേസുമായിട്ട് ബന്ധപ്പെട്ട നേതാവ് ആരാണ്? ഡോക്ടർ കെ.ബി. മേനോനാണ്. ഡോക്ടർ കെ.ബി. മേനോൻ. കീഴരിയൂർ ബോംബ് കേസുമായിട്ട് ബന്ധപ്പെട്ട നേതാവ്. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതി ഏത്? ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതി പ്രാചീന മലയാളം. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതി ഏത്? പ്രാചീന മലയാളം. ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടെ. കുണ്ടറ വിളംബരം നടത്തിയ വർഷം ഏതാണ്? കുണ്ടറ വിളംബരം 1809 1809 കുണ്ടറ വിളംബരം. കല്ലുമാല സമരം നയിച്ചത് ആരാണ്? കല്ലുമാല സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. കല്ലുമാല സമരം നയിച്ചത് ആര്? അയ്യങ്കാളിയാണ് കല്ലുമാല സമരം നയിച്ചത്. മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമായിരുന്നു? മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമായിരുന്നു? ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. ശ്രീരംഗപട്ടണം ഉടമ്പടി. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്. സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയതാരാണ്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? ആലുവയാണ്. ആലുവയിൽ വെച്ചിട്ടാണ് ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്നത്. 1857 വിപ്ലവം കാൺപൂരിൽ നയിച്ചത് ആരാണ്? വിപ്ലവം കാൺപൂരിൽ നയിച്ചത് ആരാണ്? നാനാ സാഹിബാണ്. നാനാ സാഹിബ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏത്? ഹണ്ടർ കമ്മിറ്റിയാണ്. ഹണ്ടർ കമ്മിറ്റി. ഹണ്ടർ കമ്മിറ്റി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏത്? കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചത് ലാഹോർ സമ്മേളനത്തിലാണ്. ലാഹോർ സമ്മേളനത്തിലാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചത്. വ്യക്തി സത്യാഗ്രഹത്തിനായി ആദ്യം തിരഞ്ഞെടുത്തത് ഏത് വ്യക്തിയാണ്? വ്യക്തി സത്യാഗ്രഹത്തിനായിട്ട് ആദ്യം തിരഞ്ഞെടുത്തത് വിനോബാ ഭാവെയാണ്. വിനോബാ ഭാവെയാണ് വ്യക്തി സത്യാഗ്രഹത്തിനായിട്ട് ആദ്യമായിട്ട് തിരഞ്ഞെടുത്തത്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്?
ഫസൽ അലി കമ്മീഷൻ ആണ്. ഫസൽ അലി കമ്മീഷൻ. ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം ഏത്? ഗാന്ധിജി ആദ്യമായിട്ട് ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം ഏതാണ്? അഹമ്മദാബാദ് മിൽ സമരമാണ്. അഹമ്മദാബാദ് മിൽ സമരം. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആര്? എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുവാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുവാനായിട്ട് സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി ആരാണ്? VP മേനോനാണ്. VP മേനോൻ. 1946 നാവിക കലാപം ആരംഭിച്ച സ്ഥലം. 1946 നാവിക കലാപം ആരംഭിച്ചത് എവിടെയാണ്? ബോംബെയിലാണ്. ബോംബെ. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് 1931. 1931 ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദിയായ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണ്? ഭവാനി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരിയാണ്. കാവേരി നദിയുടെ പോഷക നദിയാണ് ഭവാനി നദി. കാവേരി. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. സംരക്ഷിത മൃഗം ഏത് എന്ന് ചോദിച്ചാൽ സിംഹവാലൻ കുരങ്ങാണ്. കേരളത്തിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? കേരളത്തിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 13 ഒക്ടോബർ 13 കേരളത്തിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്നു. ഒക്ടോബർ 13. താഴെ പറയുന്ന ഏത് ജില്ലയിലാണ് വേമ്പനാട്ടുകായൽ വ്യാപിച്ച് കിടക്കാത്തത്? വേമ്പനാട്ടുകായൽ വ്യാപിച്ച് കിടക്കാത്തത്. തന്നിരിക്കുന്നത് ആലപ്പുഴ, കൊല്ലം, എറണാകുളം, കോട്ടയം. ഇതിൽ വേമ്പനാട്ടുകായലില്ലാത്തത് ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ല. ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു ഏത്? വേമ്പനാട്ടുകായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏതാണ്? മൂലമറ്റമാണ്. മൂലമറ്റം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏത്? മൂലമറ്റം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് കേരളം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? പാലക്കാട് ചുരം. കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം. കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് എറണാകുളമാണ്. കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം എറണാകുളം. കേരളത്തിലെ ശുദ്ധജല തടാകം. ശുദ്ധജല തടാകം ഏത്? ശാസ്താംകോട്ട തടാകമാണ് കേരളത്തിലെ ശുദ്ധജല തടാകം. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന പോഷക ഘടകം ഏത്? ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന പോഷക ഘടകം പ്രോട്ടീൻ ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പ്രോട്ടീൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചാലാണ് ഏത്? തൈറോയിഡ് ഗ്രന്ഥി. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം. വിറ്റാമിൻ ഡി കണയാണ്. ഈ ചോദ്യം ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ കാണാൻ കിട്ടാറില്ല. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? കണ. മലമ്പനിക്ക് കാരണമായ രോഗമാണ്. മലമ്പനിക്ക് കാരണമായ രോഗമാണോ? പ്രോട്ടോസോവയാണ്. പ്രോട്ടോസോവ. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതി താലോലമാണ്. താലോലം. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതിയാണ് താലോലം. ചാവക്കാട് ഓറഞ്ച് ഏത് വിളയുടെ ഇനമാണ്? ചാവക്കാട് ഓറഞ്ച് ഏത് വിളയുടെ ഇനമാണ്?
തെങ്ങിൻ്റെ ഇനമാണ്. ചാവക്കാട് ഓറഞ്ച് എന്തിൻ്റെ ഇനമാണ്? തെങ്ങിൻ്റെ ഇനമാണ്. ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി ഡാഷായിരിക്കും. ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി ഹരിതസസ്യങ്ങൾ. ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി ഹരിതസസ്യങ്ങൾ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികൾ. ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികളാണ് വിഘാടകർ. വിഘാടകർ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും നെല്ലിനം തിരഞ്ഞെടുക്കുക. നെല്ലിനം. അന്നപൂർണയാണ് നെല്ലിനം. അന്നപൂർണ. ആൽക്കലി ലോഹം അല്ലാത്തത് ഏത്? ആൽക്കലി ലോഹം അല്ലാത്തത് അലൂമിനിയമാണ്. അലൂമിനിയം. ആൽക്കലി ലോഹം അല്ലാത്തത് അലൂമിനിയം. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണം അല്ലാത്ത വാതകം ഏത്? കാർബൺ മോണോക്സൈഡ്. മീഥെയ്ൻ, ഓസോൺ, കാർബൺ ഡയോക്സൈഡ് എന്നിവ ഹരിതഗൃഹവാതകങ്ങളാണ്. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് അല്ലാത്തത് തന്നിരിക്കുന്നു. ടെലൂറിയം, പ്രോട്ടിയം, ട്രിഷിയം, ഡ്യൂട്ടീരിയം. ഐസോട്ടോപ്പ് ഹൈഡ്രജന്റെ അല്ലാത്തത് ടെലൂറിയമാണ്. പ്രോട്ടിയം, ട്രിഷിയം, ഡ്യൂട്ടീരിയം എന്നിവയെല്ലാം ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകളാണ്. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഏത്? വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഓറിയോൺ ആണ്. ഓറിയോൺ. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഓറിയോൺ. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപ സംപ്രേഷണം ഏത്? കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപസംപ്രേഷണമാണ് സംവഹനം. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപസംപ്രേഷണമാണ് സംവഹനം. ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം. ഒന്നാം വർഗ ഉത്തോലകം. ഉത്തരം ഓപ്ഷൻ ഡി കത്രികയാണ്. കത്രിക ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. പ്രകാശത്തിന്റെ പ്രകീർണനത്തിന് കാരണം. പ്രകാശ പ്രകീർണനത്തിന് കാരണം അപവർത്തനമാണ്. അപവർത്തനം. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത്. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ ആണ് കമ്പനം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കമ്പനം. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങളാണ് എന്ത്? കമ്പനം. ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്ന വിഭാഗം. ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നത് നീതിന്യായ വിഭാഗമാണ്. നീതിന്യായ വിഭാഗമാണ് ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്ന വിഭാഗം. നീതിന്യായ വിഭാഗം. ഇന്ത്യ വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി പമേല റൂക്സ് നിർമ്മിച്ച സിനിമ താഴെ പറയുന്നവയിൽ ഏതാണ്? ഇന്ത്യ വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ട് ആരാണ് പമേല റൂക്സ് നിർമ്മിച്ച സിനിമ? ട്രെയിൻ ടു പാകിസ്ഥാൻ. ഓപ്ഷൻ സി ആണ് ഉത്തരം. ട്രെയിൻ ടു പാകിസ്ഥാൻ. ഫ്രാൻസിന്റെ നിയന്ത്രണത്തിലായിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച വർഷം. ഫ്രാൻസിന്റെ നിയന്ത്രണത്തിലായിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച വർഷം 1954 1954. പത്തൊമ്പതാം തവണ എവറസ്റ്റിന് മുകളിലെത്തിയ കെൻഡൻ കൂൾ ഏതു രാജ്യക്കാരനാണ്? കെൻഡൻ കൂൾ എത്രാം തവണയാണ് എവറസ്റ്റിന് മുകളിലെത്തിയത്? 19ാം തവണ എവറസ്റ്റിന് മുകളിലെത്തിയ കെൻഡൻ കൂൾ ഏത് രാജ്യക്കാരനാണ്? ബ്രിട്ടനാണ്. ബ്രിട്ടൻ. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നത് ഏത് സമുദ്രത്തിലാണ്? ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നത് പസഫിക് സമുദ്രത്തിലാണ്. പസഫിക് സമുദ്രം. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നത് ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രത്തിലാണ്.
പടിഞ്ഞാറൻ ഘട്ടം കേരളത്തിൻ്റെ ഏത് അതിർത്തിയിലൂടെയാണ് കടന്നു പോകുന്നത്? പടിഞ്ഞാറൻ ഘട്ടം കേരളത്തിൻ്റെ ഏത് അതിർത്തിയിലൂടെയാണ് കടന്നു പോകുന്നത്? കിഴക്ക്. പടിഞ്ഞാറൻ ഘട്ടം കേരളത്തിൻ്റെ കിഴക്ക് അതിർത്തിയിലൂടെയാണ് കടന്നു പോകുന്നത്. കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യ സംസ്ഥാനം? കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളം. കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യ സംസ്ഥാനം കേരളം. ചുവടെ നൽകിയിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ശരിയായിട്ടുള്ള പ്രസ്താവന ഇവിടെ തന്നിരിക്കുന്നത് കേരളത്തിലെ 5 നദികൾ കിഴക്കോട്ടും 39 നദികൾ പടിഞ്ഞാറോട്ടും ഒഴുകുന്നു. ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നു 44 നദികളും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. ഓപ്ഷൻ സി പറയുന്നു കേരളത്തിൻ്റെ 4 നദികൾ കിഴക്കോട്ടും 40 നദികൾ പടിഞ്ഞാറോട്ടും ഒഴുകുന്നു. ഓപ്ഷൻ ഡി കേരളത്തിലെ 3 നദികൾ കിഴക്കോട്ട് 41 നദികൾ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. അപ്പം ശരിയായിട്ട് പ്രസ്താവന ഏതാണ്? 3 നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു, 41 നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം? കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചിയാണ്. കൊച്ചി. ഓപ്ഷൻ ബി ആണ് ഉത്തരം, കൊച്ചി. വടക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾക്ക് പ്രധാനമായും ഈർപ്പം നൽകുന്നത് ഏത് സമുദ്രമാണ്? വടക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾക്ക് പ്രധാനമായും ഈർപ്പം നൽകുന്നത് ഏത് സമുദ്രമാണ്? ബംഗാൾ ഉൾക്കടലാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ബംഗാൾ ഉൾക്കടലാണ് വടക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾക്ക് പ്രധാനമായിട്ടും ഈർപ്പം നൽകുന്നത്. കേരളത്തിലെ നഗരസഭകൾ ആരുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? കേരളത്തിലെ നഗരസഭകൾ പ്രവർത്തിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണ്. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണ് കേരളത്തിലെ നഗരസഭകൾ പ്രവർത്തിക്കുന്നത്. ഏത് സംസ്ഥാനത്തിൽ കൂടിയാണ് ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത്? ഉത്തർപ്രദേശാണ്. ഏത് സംസ്ഥാനത്തിൽ കൂടിയാണ് ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത്? ഉത്തർപ്രദേശ്. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിക്കുന്നതിനുള്ള പ്രധാന കാരണം എന്ത്? തന്നിരിക്കുന്ന പകർച്ചവ്യാധികൾ, മലിനജലത്തിൽ നിന്നുള്ള പകർച്ച, മാലിന്യങ്ങൾ, ഭക്ഷണ മലിനീകരണം. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നത് മലിനജലത്തിൽ നിന്നുമുള്ള പകർച്ചയാണ്. മലിനജലത്തിൽ നിന്നുമുള്ള പകർച്ച. ഇന്ത്യയിൽ ഏറ്റവും നീളമേറിയ കരാതിർത്തി പങ്കിടുന്ന രാജ്യം? ഇന്ത്യയുമായിട്ട് ഏറ്റവും നീളമേറിയ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത്? ബംഗ്ലാദേശാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ബംഗ്ലാദേശ്. ഏറ്റവും നീളമേറിയ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. ശരീര തുലന നില പാലിക്കുന്ന മസ്തിഷ്ക ഭാഗം? തുലന നില പാലിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? തുലന നില പാലിക്കുന്നത് ഓപ്ഷൻ ബി ആണ്, സെറിബെല്ലം ആണ്. സെറിബെല്ലം. എപ്പികൾച്ചർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? എപ്പികൾച്ചർ ഏത് മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ ആണ്, എപ്പികൾച്ചർ തേനീച്ച വളർത്തൽ. എപ്പികൾച്ചർ തേനീച്ച വളർത്തൽ. മലേറിയ ഉണ്ടാക്കുന്ന രോഗമാണ്. മലേറിയ പ്രോട്ടോസോവയാണ്. പ്രോട്ടോസോവ. മുണ്ടകൻ കൃഷി ഏത് വിള എന്നറിയപ്പെടുന്നു? മുണ്ടകൻ കൃഷി ശീതകാല വിളയാണ്. മുണ്ടകൻ കൃഷി എന്നത് ശീതകാല വിളയാണ്. മുണ്ടകൻ കൃഷി ശീതകാല വിളയാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ ഏത്? ജനിതക രോഗങ്ങൾ. ഓപ്ഷൻ സി ആണ് ഉത്തരം,
ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ എന്നിവ ജനിതക രോഗങ്ങളാണ്. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ. ജൈവ ഘടികാരമായി അറിയപ്പെടുന്ന ഗ്രന്ഥി, ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? പീനിയൽ ഗ്രന്ഥിയാണ്. ഓപ്ഷൻ ഡി, പീനിയൽ ഗ്രന്ഥിയാണ് ജൈവ ഘടികാരം എന്ന് അറിയപ്പെടുന്നത്. ആന്ധ്രകർണത്തിലെ ശ്രവണത്തെ സഹായിക്കുന്ന ഭാഗം, ആന്ധ്രകർണത്തില് ശ്രവണത്തെ സഹായിക്കുന്ന ഭാഗം ഏത്? കോക്ലിയാണ്, കോക്ലിയ. ഒന്നേകാൽ കോടി മലയാളികൾ എന്ന പുസ്തകം എഴുതിയത്, ഒന്നേകാൽ കോടി മലയാളികൾ എന്ന പുസ്തകം ആരുടേതാണ്? EMS നമ്പൂതിരിപ്പാടിൻ്റെതാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, EMS നമ്പൂതിരിപ്പാട്. ഏത് സത്യാഗ്രഹത്തിന്റെ പ്രചരണത്തിനായാണ് സവർണ ജാഥ നടത്തിയത്? സവർണ ജാഥ ഏത് സത്യാഗ്രഹത്തിന്റെ പ്രചരണത്തിനായാണ് നടത്തിയത്? വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രചരണത്തിനായിട്ടാണ് സവർണ ജാഥ നടത്തിയത്. വൈക്കം സത്യാഗ്രഹം. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. വരയാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനമാണ്. വരയാടുകൾ സംരക്ഷിക്കപ്പെടുന്നത് ഏത് ദേശീയോദ്യാനത്തിലാണ്? ഇരവികുളം ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് ഏത്? കേരളത്തിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകുടമാണ്. കേരളത്തിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാണ്? അഗസ്ത്യാർകുടം. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം, കടൽ തീരമുള്ള 9 ജില്ലകളാണുള്ളത്. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം എത്രയാണ്? 9. പുനലൂരിനെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്ന ചുരം, പുനലൂരിനെ ചെങ്കോട്ടയുമായിട്ട് ബന്ധിപ്പിക്കുന്നു ആര്യങ്കാവ് ചുരം. പുനലൂരിനെ ചെങ്കോട്ടയുമായിട്ട് ബന്ധിപ്പിക്കുന്നു ആര്യങ്കാവ് ചുരം. ഇന്ത്യയിൽ ജൈവ കൃഷി അവലംബിച്ച ആദ്യ സംസ്ഥാനം, ഇന്ത്യയിൽ ജൈവ കൃഷി അവലംബിച്ച ആദ്യ സംസ്ഥാനം സിക്കിമാണ്. സിക്കിം. തക്ഷൻ കുന്ന് സ്വരൂപം എന്ന നോവൽ എഴുതിയത്, നോവലിന്റെ പേര് തക്ഷൻ കുന്ന് സ്വരൂപം. എഴുതിയത് UK കുമാരനാണ്. തക്ഷൻ കുന്ന് സ്വരൂപം എന്ന നോവൽ എഴുതിയത് ആരാണ്? UK കുമാരൻ. തീൻ ബേഗ ഇടനാഴി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം, തീൻ ബേഗ ഇടനാഴി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാൾ ആണ്. പശ്ചിമ ബംഗാൾ. തീൻ ബേഗ ഇടനാഴി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ്. ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഗുജറാത്ത് ആണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ധാതു നിക്ഷേപമുള്ള സംസ്ഥാനം, ധാതു നിക്ഷേപം ജാർഖണ്ഡ് ആണ്. ജാർഖണ്ഡ്. ബ്രിട്ടീഷ് സഹായത്തോടെ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ഉരുക്ക് നിർമ്മാണശാല ആരുടേതാണ്? ബ്രിട്ടീഷ് സഹായത്തോടെ നിർമ്മിക്കപ്പെട്ടത് ഏതാണ്? ദുർഗാപൂർ ആണ്. ദുർഗാപൂർ. 1961 ഗോവയിലെ സൈനിക പ്രവർത്തന സമയത്ത് പ്രതിരോധ വകുപ്പ് മന്ത്രി. 1961 ഗോവയിലെ സൈനിക പ്രവർത്തന സമയത്ത് പ്രതിരോധ വകുപ്പ് മന്ത്രി ആരായിരുന്നു? VK കൃഷ്ണ മേനോൻ ആയിരുന്നു. ഓപ്ഷൻ സി, VK കൃഷ്ണ മേനോൻ. നീതി ആയോഗിന്റെ അധ്യക്ഷൻ, നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിന്റെ അധ്യക്ഷൻ. മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല, മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? വയനാട് ജില്ലയാണ്. വയനാട് ജില്ലയിലാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഇവയിൽ ഏതാണ് ഹിമാലയൻ താഴ്വര അല്ലാത്തത്? തന്നിരിക്കുന്നു കുളു, ലൂസായ്, കാംഗ്ര, ഡ്യൂൺ. ഇതിൽ ഹിമാലയൻ താഴ്വര അല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി, ലൂസായ്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ സ്ഥിതി ചെയ്യുന്ന
തുറമുഖം. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏത്? കാട്ട്ലയാണ്. കാട്ട്ല. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം കാട്ട്ല. ഇവയിൽ ഏതാണ് മൗലിക അവകാശങ്ങളിൽ പെടാത്തത്? തന്നിരിക്കുന്നു. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, സ്വത്തവകാശം. മൗലിക അവകാശങ്ങളിൽ പെടാത്തത് സ്വത്തവകാശമാണ്. സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശമാണ്. ഇന്ത്യൻ ദേശീയ പതാക ആദ്യമായിട്ട് ഉയർത്തിയത്? ഇന്ത്യൻ ദേശീയ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് ആര്? മാഡം ഭിക്കാജി കാമ. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി? പ്രാഥമിക വിദ്യാഭ്യാസം റാണി ഗൗരി പാർവതി ബായി ആണ്. അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് KP കറുപ്പ്. തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിലാണ്? തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിലാണ്? വേമ്പനാട്ട് കായലിലാണ്. വേമ്പനാട് കായൽ. സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചെറായിലാണ്. ചെറായി. താഴെ പറയുന്നവയിൽ കാവേരി നദിയുടെ പോഷക നദി അല്ലാത്തത്? പമ്പ നദിയാണ്. കബനി, ബാമ്പാർ, ഭവാനി എന്നിവ കാവേരി നദിയുടെ പോഷക നദികളാണ്. പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം ഏത്? പണ്ടാരപ്പാട്ട വിളംബരം നടന്നത് 1865ലാണ്. 1865. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന സ്ഥലം? ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം പയ്യന്നൂരാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പയ്യന്നൂർ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം. ബംഗാളിൽ ബ്രിട്ടീഷ് ഭരണത്തെ എതിർത്ത വർഗക്കാർ? ബംഗാളിൽ ബ്രിട്ടീഷ് ഭരണത്തെ എതിർത്തത് സാന്താളുകളാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, സാന്താളുകൾ. ഇന്ത്യയിൽ ആദ്യത്തെ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ സർവകലാശാല സ്ഥാപിച്ചത് കൊൽക്കത്തയിലാണ്. അമൃത ഷെർഗിൽ പ്രശസ്തയായത് ഏത് രംഗത്താണ്? അമൃത ഷെർഗിൽ ചിത്രരചനയിലാണ്. ചിത്രരചന അമൃത ഷെർഗിൽ. നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത്? നീൽ ദർപ്പൺ ദീനബന്ധു മിത്രയാണ്. ദീനബന്ധു മിത്ര. ബാലഗംഗാധര തിലകനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം എഴുതിയ ബ്രിട്ടീഷുകാരൻ? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബാലഗംഗാധര തിലകാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? വാലന്റിയൻ ഷിറോൾ ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, വാലന്റിയൻ ഷിറോൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ്, വാഞ്ചി അയ്യറാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? വാഞ്ചി അയ്യറാണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരമാണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരമാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തത്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തത് ആരാണ്? പോട്ടി ശ്രീരാമുലു, KM പണിക്കർ, HN കുൻസ്രു, ഫസൽ അലി എന്നിവർ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങളാണ്. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം ഏത്? ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം മംഗൾയാനാണ്. മംഗൾയാൻ. ദേശീയ സമ്മതിദാന ദിനം ജനുവരി 25. ദേശീയ സമ്മതിദാന ദിനം എന്നാണ്? ജനുവരി 25 ദേശീയ സമ്മതിദാന ദിനം. ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം മുഴക്കിയ വർഷം? ക്വിറ്റ് ഇന്ത്യ 1942. 1942. ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്? ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജിയാണ്. രാജസ്ഥാനിലെ ഏത് സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്? മസ്ദൂർ ശക്തി സംഘടൻ. മസ്ദൂർ ശക്തി സംഘടൻ. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനം? ലോക്പാൽ. ദേശീയ തലം ലോക്പാൽ.
ഭരണഘടന അനുവദിച്ചിട്ടുള്ള മൗലിക അവകാശങ്ങളുടെ സംരക്ഷണ ചുമതല നിക്ഷിപ്തമായിരിക്കുന്നത് സുപ്രീം കോടതിയിലാണ്. സുപ്രീം കോടതിയിൽ. പത്താൻകോട്ട് വ്യോമത്താവളം ഏത് സംസ്ഥാനത്താണ്? പത്താൻകോട്ട് പഞ്ചാബിലാണ്. പത്താൻകോട്ട് വ്യോമത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പഞ്ചാബിൽ ആണ്. സെന്റ് ആഞ്ചലോസ് കോട്ട ഏത് ജില്ലയിലാണ്? സെന്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂർ ജില്ലയിലാണ്. സെന്റ് ആഞ്ചലോസ് കോട്ട സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ചിന്നസ്വാമി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചിന്നസ്വാമി ബംഗളൂരാണ്. ബംഗളൂരു. ഇന്ത്യയിലെ ഏറ്റവും അധികം പോഷക നദികളുള്ളത് ഏത് നദിക്കാണ്? ഇന്ത്യയിലെ ഏറ്റവും അധികം പോഷക നദികളുള്ളത് ഗംഗാ നദിക്കാണ്. ഗംഗാ നദി. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് ദേശീയ ഗാനം ആദ്യമായിട്ട് പാടിയത്? കൊൽക്കത്ത സമ്മേളനത്തിലാണ്. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ദേശീയ ഗാനം ആദ്യമായിട്ട് പാടിയത്. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാം തന്നെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.